ഇപ്പം രണ്ട് തരം ആർട്ടിസ്റ്റുകളുണ്ട്. ഒരാൾ മനോഹരമായ ശബ്ദത്തിനുടമയായിരിക്കും. അവർക്ക് തുടക്കം തൊട്ടേ മനോഹരമായ നല്ല നല്ല മെയിൻ ലീഡ്സ്, ഹീറോയിൻസ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ടായിരിക്കും. അവരത് ഡബ് ചെയ്ത് ഒരു ടീൻസിൽ തുടങ്ങി അവരുടെ ഒരു 50-55 വരെ പോലും അവർക്ക് ഹീറോയിൻസോ അല്ലെങ്കിൽ മെയിൻ ലീഡ്സോ ഒക്കെ ഡബ് ചെയ്ത് പിന്നെ അവരങ്ങ് റിട്ടയർ ആവും. അവർ പിന്നീട് ഒരിക്കലും അവരുടെ ഓൾഡ് ഏജിൽ പോലും അവരെ ഒരു മദർ ക്യാരക്ടറോ ഒന്നും ഡബ് ചെയ്യാൻ അറ്റംപ്റ്റും ചെയ്യില്ല. ബിക്കോസ് അവർ ആ ഒരു പൊസിഷനിൽ നിന്ന് അങ്ങനെ പോയി റിട്ടയർ ആയിപ്പോവും. വേറൊരു ക്യാരക്ടർ കാറ്റഗറി ഉള്ളത്, അവർ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യും. 20 വയസ്സിലും 60 വയസ്സുള്ള ക്യാരക്ടർ ചെയ്യും, 40 വയസ്സുള്ള ക്യാരക്ടർ ചെയ്യും, വില്ലിക്ക് ചെയ്യും, ഹീറോയിൻ ചെയ്യും, ഫ്രണ്ടിന് ചെയ്യും, കോമഡി ചെയ്യും, പല്ലില്ലാത്ത കിളവിക്ക് ചെയ്യും, ബേബീസിന് ചെയ്യും. ആ ഒരു വേഴ്സറ്റാലിറ്റി അവർക്കുണ്ടാവും. അവർക്കൊരിക്കലും റിട്ടയർമെൻറ്റ് ഉണ്ടാവില്ല. അവർ മരിക്കുന്നവരെ അവർ ഡബ് ചെയ്തുകൊണ്ടേയിരിക്കാം. സോ ഏത് വേണം എന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ് കേട്ടോ. അത് എന്നിട്ട് ആ വഴിയിൽ കൂടെ സഞ്ചരിക്കാം. ഞാനിപ്പോഴും വേഴ്സറ്റാലിറ്റി എന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടറും എല്ലാ പ്രായത്തിലും ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം. നമുക്കറിയാവുന്നത് ഒരൊറ്റ തൊഴിൽ. അപ്പോൾ അത് ഏറ്റവും നന്നായി 100% ചെയ്യാൻ നമ്മളതിൽ പ്രാപ്തരായിരിക്കണം. സോ ട്രൈ ടു ബി എ versatile artist.